പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് സുന്ദരമായൊരു ദിനം നൽകി കർത്താവ് അനുഗ്രഹിച്ചതിന് നമുക്ക് അവിടത്തേക്ക് നന്ദി പറയാട്ടോ. ഇന്നത്തെ ദിനം നിന്റെ യാത്രകളിൽ, നിന്റെ ചിന്തകളിൽ, നിന്റെ ചെയ്തികളിലെല്ലാം ഈശോ നിറയും. ഇത് നമ്മൾ പ്രത്യേകമായിട്ട് ദിവ്യകാരുണ്യനാഥനോട് പ്രാർത്ഥിക്കാൻ പോവാണ്. ഈശോയെ, എൻ്റെ വിശ്വാസത്തെ അങ്ങ് ഉറപ്പിക്കണമേ എന്ന്. ഇന്ന് സമൂഹത്തിലുണ്ടല്ലോ, വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ഒത്തിരി പേരുണ്ട്. നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളൊക്കെ ഒരുപാട് ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഒത്തിരി തത്വശാസ്ത്രങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ദൈവത്തിനെതിരായുള്ള തത്വശാസ്ത്രങ്ങളൊക്കെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം അതുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനുള്ള കൃപ നൽകണമേ കർത്താവേ എന്ന് നമ്മൾ യാചിക്കുകയാണെന്ന്. ലൂക്കാ 22:31 കർത്താവ് ശിമയോനോട് പറയുന്നുണ്ട്, പത്രോസിനോട് പറയുന്നുണ്ട്, ശിമയോൻ ശിമയോൻ, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് പറയുക. അത് വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. യു ഹാവ് ടു റിന്യൂ യുവർ ഫെയ്ത്ത് ഇൻ പ്രയർ. പ്രാർത്ഥിച്ച് നിന്റെ വിശ്വാസം ഉറയ്ക്കുക. പ്രാർത്ഥിച്ച് നിന്റെ വിശ്വാസം വളരുക. പ്രാർത്ഥിച്ച് ഈശോയിലേക്ക് നീ ആഴപ്പെടുക. അങ്ങനെ പ്രാർത്ഥനയിൽ വിശ്വാസം ജ്വലിപ്പിക്കാനായിട്ട് സാധിക്കട്ടെ. ഹെബ്രായർ 11:6 വിശ്വാസമില്ലാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ സാധ്യമല്ല. എനിക്കോ നിനക്കോ കർത്താവിൻ്റെ സന്തോഷിപ്പിക്കണമെങ്കിൽ വിശ്വാസത്തിൽ ആഴപ്പെടണം. അപ്പം നല്ല ജ്വലിക്കുന്നൊരു വിശ്വാസം ഉണ്ടാവട്ടെ. കഴിഞ്ഞ ദിവസം സഞ്ജു സാംസൺ കളി വിജയിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഗ്രൗണ്ടിൽ മുട്ടുകുത്തി നിന്നിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ, ആ കോടിക്കണക്കിന് ജനങ്ങളെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വിശ്വാസം പ്രഘോഷിച്ചു. കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉറച്ച വിശ്വാസം പ്രഘോഷിച്ചു. നമുക്കും നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കണമെന്ന് ക്രൈസ്തവർ പരസ്പരം കാണുമ്പോൾ ഒരു ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെയൊക്കെ കൊടുക്കണം. നിങ്ങൾ നിങ്ങളുടെ വികാരിയച്ചന്മാരെയും വൈദികരെയും സന്യസ്തരെയും സിസ്റ്റേഴ്സിനെയൊക്കെ കാണുമ്പോൾ സ്തുതി കൊടുക്കണം. കുഞ്ഞുമക്കളെയും മുതിർന്നവരെ കാണുമ്പോൾ നിങ്ങൾ സ്തുതി കൊടുക്കണം. മാതാപിതാക്കളെ കാണുമ്പോൾ സ്തുതി കൊടുക്കണം. ഒരു ഹോട്ടലിലൊക്കെ നിങ്ങൾ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ ഉണ്ടല്ലോ, ഒരു കുരിശ് വരച്ചിട്ടൊക്കെ ഭക്ഷണം കഴിക്കാൻ പരിശ്രമിക്കുക. അപ്പം അത് കാണുന്ന മറ്റുള്ളവരുടെ മുന്നിൽ അത് സാക്ഷ്യമായിട്ട് മാറും, നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമായിട്ട് മാറും. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തിൽ സ്ഥിരപ്പെടാനും ഉറക്കാനും നമുക്ക് ഓരോർക്കും സാധിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ, വിശ്വാസത്തിൽ ആഴപ്പെടാൻ എനിക്ക് കൃപ നൽകണമേ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.